Good afternoon, all. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good afternoon, ma'am. Okay. പ്രയർ ഒക്കെ പറഞ്ഞോ? പ്രയർ പറഞ്ഞോ? ഇല്ല മാം, പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ പ്രയർ ഒന്നും പറയാറില്ല അല്ലേ? ഓക്കെ. നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ മരിയ മോൺസോറി അല്ലേ? കേട്ടോ, PDF ഷെയർ ചെയ്യാം കേട്ടോ. വൺ മിനിറ്റ് PDF ഷെയർ ആവണില്ല കേട്ടോ, നോക്കട്ടെ കേട്ടോ. ഓക്കെ ഏട്ടാ, ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും PDF കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് എവിടെ വരെ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? മെന്റൽ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ വരെ പറഞ്ഞിട്ടുള്ളൂ. കോൺസെൻട്രേഷൻ മനസ്സിലായോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ്. മെന്റൽ കോൺസെൻട്രേഷനിൽ നമ്മൾ നോക്കിയപ്പോ പിന്നില്ല ഞാൻ പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ? ആണോ, പ്രസ് ചെയ്തോ കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാണാൻ പറ്റുമെന്നെങ്കിൽ പറയാന്ന്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. വുഡ് ആണോ? വുഡാണ്. വുഡാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഫ്രെയിം ഇല്ലേ? ഫ്രെയിം. ഒരു മിനിറ്റ്. ബാക്ക് ക്യാമറ കാണിച്ചു തരോടാ.
ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. ആ കോഡ് വന്നിട്ടില്ലേ? ആ കോഡിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കേട്ടോ. ഇതല്ലേ കാണുന്നുണ്ടോ? നോക്കട്ടെ. കാണാവോ മാം? കാണുന്നുണ്ടായി. കാണാം. അതും കൂട്ടാണ് അല്ലേ? അത് വുഡാണ്. ഞാനില്ലേ മാം ഫ്രെയിം ഒരെണ്ണെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കേടാ. ബാക്കി മെറ്റീരിയൽസ് ആയിരിക്കും ചെയ്തിരിക്കണം അല്ലെ? ചെയ്തിട്ടുണ്ടോ അത്? ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. ഇത് മറ്റേ ബക്കറ്റ് പക്കള്. അത് വെൽക്രോ അല്ലേ? അല്ല വെൽക്രോ അല്ല. പക്കളാണോ? ഒരു പക്കളാണോ? കാണിച്ചു തരാം. അതായത് ഇത് ബക്കളാണ്. പിന്നെ ബട്ടൺ ഫ്രെയിം, നോർമൽ ബട്ടൺ ഫ്രെയിം. പിന്നെ മറ്റേ ഇതല്ലേ വെൽക്രോ? അത് ബക്കള് അല്ലെ? അല്ലത് വെൽക്രോ. കുറച്ച് കാണാൻ പറ്റണല്ലോടാ, ചെറിയ കുറച്ച്. ഓക്കെ കേട്ടാ, അതായിരിക്കും കേട്ടാ. പിന്നെ മറ്റേ ഷേപ്പ് ചാർട്ട് ഇല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ. ജോമെട്രിക്കൽ സോളിഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ആണോ? അതെ തന്നെ. അല്ല ജോമെട്രിക്കൽ സോളിഡ്സ് തന്നെയാണ്. ഓക്കെ മാം. നന്നായിട്ടുണ്ട് കേട്ടോ. ലിജിയല്ലേ കാണിച്ചേ? ലിജി ഒത്തിരി പൈസയായോ പിങ്ക് ടവറിന്? വീട് പണി നടക്കണേണേ. അപ്പൊ അതിന്റെ ഫുഡ് ഉണ്ടായിരുന്നു. അത് ശരിയാക്കി തന്നപ്പോഴേ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മിസ്സേ, ജോമെട്രിക്കൽ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റത് മുന്നത്തെ ക്ലാസ്സിൽ കാണിച്ചാണ്. ഓക്കേടാ. പ്രസന്റ് ചെയ്തോട്ടെ സുബിത. ഓക്കെ, കാണുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യം മോണ്ടിസോറി ഡിസ്കവർ ചെയ്തായിരുന്നു മെന്റൽ കോൺസെൻട്രേഷൻ തന്നെയായിരുന്നു. ദെൻ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ് നെക്സ്റ്റ് ഡിസ്കവറി ആയിട്ട് മോണ്ടിസോറി എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തത്. കുട്ടികള് നമ്മൾ പറയുമോ അല്ലെ, നമ്മള് ചെറുപ്പത്തിൽ ശീലിക്കുന്ന ശീലങ്ങള് നമ്മള് ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യും അല്ലെ? അങ്ങനെയല്ലേ കുട്ടികള്? നമ്മൾ ശീലിച്ച ചില ശീലങ്ങൾ നമ്മൾ നമ്മള് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും, നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. സോ കുട്ടികൾ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് ലവ് ഓഫ് റിപ്പീറ്റേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളായിരിക്കും. ഈ മെന്റൽ കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു കുട്ടി റിപ്പീറ്റ്ലി കണ്ടിന്യൂസ്ലി ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്തു. എത്ര ടൈംസ് ആണ് ആ കുട്ടി ആ ആക്ടിവിറ്റി ചെയ്തത്? എത്ര ടൈംസാ ചെയ്തേ? മെന്റൽ കോൺസെൻട്രേഷൻ റീഡ് ചെയ്തോ? ഞാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. ജസ്റ്റ് പറഞ്ഞുള്ളൂ. റീഡ് ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല മാം. ഡിസ്കവറി സെറ്റ് ആസാദി മാമിനി അത് പറഞ്ഞു അവസാനിപ്പിച്ചു. അതുവരെ പറഞ്ഞിട്ടുള്ളൂ. സോറി, ഞാൻ വിചാരിച്ചു മെന്റൽ കോൺസെൻട്രേഷൻ വരെ എടുത്തു എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തേട്ടാ. സോറി. ഡിസ്കവറി ആയിട്ട് കാസാദി ബാബിനി നമ്മള് മോണ്ടിസോറി ബെസ്റ്റ് ഡിസ്കവറി ആയിട്ട് പറയുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു വേൾഡ് ഉണ്ടെന്നുള്ള ഡിസ്കവറി ആണ്. മോണ്ടിസോറി മെത്തേഡിനേക്കാളും മോണ്ടിസോറിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയിരുന്ന പറയുന്നത്. സോ
മോണ്ടിസോറി ഈ ഓരോ ഡിസ്കവറിങ് കാസാദി ഫാമിലി ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് അവിടെ ഐഡന്റിഫൈ ചെയ്ത ഒരുപാട് ഡിസ്കവറീസ് എക്സ്പീരിയൻസ് നിന്നാണ് ഈ ഓരോ ഡിസ്കവറീസും മോണ്ടിസോറി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഡിസ്കവറി ആണ് മോണ്ടിസോറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടീനെ സംബന്ധിച്ച് ഒരു 3 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഏബിൾ ടു കോൺസെൻട്രേറ്റ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മോണ്ടിസോറി ഒരു ദിവസം ഒരു കുട്ടി ഒരു നോബിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ വന്നു. നോബിൾ സിലിണ്ടേഴ്സ് കാണിച്ചു തന്നോ അശ്വതി മിസ്? കാണിച്ചു തന്നു അല്ലെ? അപ്പൊ ഈ നോബിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റോട് കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നോബിൾ സിലിണ്ടേഴ്സ്. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നോബിൾ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോബിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി ഒരു ആക്ടിവിറ്റി ഇതേ ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് മോണ്ടിസോറി ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇതിന്റെ ഒരു മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും നോബിൾ സിലിണ്ടേഴ്സ് ഈ സെറ്റുകളിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചേഞ്ചസ് ഏതിനാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഇമേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോ ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി റിപ്പീറ്റ്ലി ഇത് ചെയ്യാണ്, അവൻ ചെയ്യുന്നു, അത് മിസ്റ്റേക്ക് വരുന്നു, വീണ്ടും അവൻ തന്നെ വീണ്ടും ആ മിസ്റ്റേക്ക് തിരുത്തി വീണ്ടും ചെയ്യാൻ പറ്റിയിട്ട് എറർ ഓഫ് കൺട്രോൾ അവൻ തന്നെ അവന്റെ എറർ തിരുത്തി വീണ്ടും 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 ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ്ലി ചെയ്യാണ്. മോണ്ടിസോറിക്ക് ഒരു എന്താ പറയാ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. കുട്ടികൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. മോണ്ടിസോറി നല്ല രീതിയിൽ അത് ഒബ്സർവ് ചെയ്തു. അവന്റെ എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവൻ എടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റും മോണ്ടിസോറിക്ക് മനസ്സിലായി. സോ മോണ്ടിസോറി എന്ത് ചെയ്തു? ടീച്ചറിനോടും മറ്റു കുട്ടികളോടും പറഞ്ഞു അവന്റെ ചുറ്റും ഒന്ന് പോയിട്ട് ഒന്ന് സിങ് ചെയ്തോളൂ, ഒന്ന് പാട്ട് പാടി നോക്ക്, ചുറ്റും ഡിസ്റ്റർബ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പറയുക ചുറ്റും. അപ്പൊ എന്ത് ചെയ്തു? കുട്ടികളെല്ലാവരും അങ്ങനെ ഡിസ്റ്റർബും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ മോണ്ടിസോറിനെ അത്ഭുതപ്പെടുത്തിട്ട് അവൻ പുറമേ ഉള്ള ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും അവനൊട്ടും അഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ അവൻ അവന്റെ വർക്കിൽ തന്നെ റിപ്പീറ്റ്ലി ആ വർക്ക് തന്നെ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു. ആ വർക്കിൽ തന്നെയായിരുന്നു അവൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തു. വീണ്ടും അവൻ എന്ത് ചെയ്തു? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ദെൻ മോണ്ടിസോറി എന്ത് ചെയ്തു? അപ്പൊ മോണ്ടിസോറി എന്ത് ചെയ്തു? അവന്റെ നമുക്ക് എങ്ങനെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ എന്താണ് എന്തോരം ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറി എന്ത് ചെയ്തു? മോണ്ടിസോറി ആൻസർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ആ മെറ്റീരിയൽ എടുത്ത് പ്ലേസ് മാറ്റി വെച്ചു. അപ്പോഴും ആ കുട്ടി ആ ഒരു ടൈമിൽ ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസിൽ കുറച്ചേരം ഒന്ന് സ്റ്റക്ക് ആയിട്ട് നിന്നു. അവൻ ആ ലാസ്റ്റ് ഹോൾഡ് ചെയ്ത് ആ ഒരു നോബിൾ സിലിണ്ടറും കയ്യിൽ വെച്ചിട്ട് കുറച്ചേരം നിന്നു. പിന്നീട് അവൻ എന്ത് ചെയ്തു? അതേ വീണ്ടും അവന് മറ്റു ഡിസ്റ്റർബൻസ് നേരത്തെ വീണ്ടും അത് കറക്റ്റ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞപ്പോ അവൻ ആ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് പോലും അറിയാതെ വീണ്ടും അവൻ നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ വർക്കിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്തു സ്പീഡിൽ. വീണ്ടും അവൻ ഈ വർക്ക് റിപ്പീറ്റ്ലി ചെയ്ത് ലാസ്റ്റ് അവൻ അത് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു. ആ സമയത്ത് അവന് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു, നല്ലൊരു സന്തോഷം, ഒരു പ്ലസന്റ്. അവൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവൻ എന്ത് ചെയ്തത്? റെസ്റ്റ് ചെയ്തത്. ദെൻ പിന്നീട് അവൻ മോണ്ടിസോറി കൗണ്ട് ചെയ്തു എത്ര ടൈംസ് അവൻ ഈ വർക്ക് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത്. മോണ്ടിസോറിനെ അത്ഭുതപ്പെടുത്തിട്ട് 42 ടൈംസ് ആണ് ആ കുട്ടി ആ ഒരു വർക്ക് റിപ്പീറ്റ്ലി ചെയ്തത്. വീണ്ടും ആ വർക്ക് ചെയ്ത് അവരത് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് വീണ്ടും ആ വർക്ക് ചെയ്യാനായിട്ട് ആ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമ്മളുടെ മെറ്റീരിയൽസിനുണ്ട്. ഇപ്പൊ പിങ്ക് ടവർ ആരാ ചെയ്തത്? ലിജി അല്ലേ? ലിജിക്ക് വീട്ടിൽ കുട്ടികളുണ്ടോ? എത്ര വയസ്സാ? 11 വയസ്സ്. 11 വയസ്സ്. കുഞ്ഞു കുട്ടികളൊന്നുമില്ല? ഇല്ല. ഓക്കെ. കുഞ്ഞു കുട്ടികളുള്ള ആരെങ്കിലും ഉണ്ടോ പിങ്ക് ടവർ ചെയ്തവര്? ഓക്കെ. അപ്പൊ മോൻ ചെയ്തപ്പോ മോന് ഭാവ എന്തോരം വയസ്സുണ്ട്? 3 വയസ്സ് ടീച്ചർ. 3 വയസ്സ്. മെറ്റീരിയൽ കൊടുത്തോ? അവന് പിങ്ക് ടവർ കൊടുത്തോ? പിങ്ക് ടവർ കൊടുത്തു. അത് ഉണ്ടല്ലോ തിരിച്ചു വിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ പേടിച്ച് ഒളിച്ചു വെച്ചേക്കുവാ. അതെന്ന് വെച്ചാൽ അവന് ആ മെറ്റീരിയലിനോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളും ഉണ്ട്. ഫീൽ ചെയ്തത് മോനെ?
ഫീൽ ചെയ്തു മാം. എല്ലാ സാധനവും അങ്ങനെ നമ്മുടെ ഇതിലുണ്ടാക്കണ എല്ലാ സാധനങ്ങളോടും അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാ. ഞാൻ ഒന്ന് കാണിക്കും, ഒന്ന് കൊടുക്കും, പിന്നെ ഇവള് കാണാതെ ഒളിച്ചു വെക്കും. എപ്പോഴും അത് ചോദിക്കാതെ കാണിച്ച പ്രശ്ന. അതുകൊണ്ട് മാറ്റി വെച്ചേക്കുവാ. പക്ഷെ അവളുടെ കറക്റ്റ് ഏജ് ആണ്. കാരണം 3 വയസ്സ് മുതൽ നമുക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. നമ്മുടെ കുട്ടീനെ ആയാലും നമുക്ക് ട്രെയിൻ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന കറക്റ്റ് ഏജ് ആണ് 3 years എന്ന് പറയുന്നത്. സോ എന്റെ അഭിപ്രായത്തിൽ മെറ്റീരിയൽസും കാര്യങ്ങളും ആ കുട്ടിക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അപ്പൊ ഒരു ഫോട്ടോ സെൽഫി, ജസ്റ്റ് ഒരു സെൽഫി എടുത്തേക്ക്. പറഞ്ഞോടാ. നമ്മുടെ ABCD ഒക്കെ ഇല്ലേ സാൻഡ് പേപ്പറിലെ, അത് വളരെ നല്ലതാണ്. പെട്ടെന്ന് അക്ഷരം പഠിക്കുക. അവള് ABCD ഫുൾ പഠിച്ചു തീർന്നു. 3 വയസ്സായിട്ടുള്ളൂ. 3 വയസ്സായിട്ടുള്ളൂ. എല്ലാ ABCD ക്യാപിറ്റലും സ്മോളും എഴുതുകയും വായിക്കുകയും ചെയ്യും. നല്ല കേടാ. എന്തോ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇത് ക്യാപിറ്റലും സ്മോളും നമ്മുടെ സാൻഡ് പേപ്പറിന്റെയാ. അല്ലാണ്ട് മലയാള അക്ഷരങ്ങളും എഴുതും. അത് നമുക്ക് ഇതില്ല, സാൻഡ് പേപ്പർ ഇല്ല. അല്ലാണ്ട് ഞാൻ പഠിപ്പിച്ചതാണ്. എന്നാലും ഇത് സാൻഡ് പേപ്പറിൽ തന്നെ പഠിച്ചതാണ്. വളരെ നന്നായിട്ട് പഠിച്ചു പെട്ടെന്ന്. നഴ്സറി പോയി തുടങ്ങിയോ? നഴ്സറി പോയി തുടങ്ങി. 3 വയസ്സ് തൊട്ട് എടുക്കൂലോ, പോയി തുടങ്ങി. അപ്പൊ നമ്മുടെ മെറ്റീരിയൽസ് ഞാൻ ഇന്ന് കാണിക്കാന്ന് പറഞ്ഞ് കാണിക്കട്ടെ. സോളിഡ്സ് അല്ലേ? കളർ ചെയ്ത് ഓക്കേടാ. കളറും കൂടി ചെയ്തോട്ടെടാ. ഓക്കെ. ഫ്രെയിംസ് ബട്ടൺ ഓക്കേടാ. ഇത് ഹുക്ക് ഫ്രെയിം. ഓക്കെ. ബട്ടൺ അല്ലേ? വലുതല്ലേ? വലിയ ബട്ടൺ. പ്രസ് ബട്ടൺ ഇതായിരുന്നു. ഓക്കെ, പ്രസ് ബട്ടൺ മനസ്സിലായി. ഇത് സിബ്. ഓക്കെ. വന്നില്ല, ഒറ്റ കൈ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, മനസ്സിലാവൂടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. മെറ്റീരിയൽസ് റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വീണ്ടും ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് അത്യാവശ്യം ഹെൽപ്ഫുൾ ആണ്. നന്നായിട്ട് കുട്ടികൾക്ക് ടോയ്സിനേക്കാളും കൂടുതൽ ഇഷ്ടമായിരിക്കും നമ്മുടെ മെറ്റീരിയൽസിനോട്. പിങ്ക് ടവർ ഒക്കെ ആണെങ്കിൽ, വുഡൻ പിങ്ക് ടവർ ഒക്കെ ആണെങ്കിൽ, അതിപ്പോ നമുക്ക് സാധാരണ പിങ്ക് ടവർ ടെൻഷൻ ആയിരിക്കും അല്ലെ? നമ്മൾ ചാർട്ട് പേപ്പറിൽ ചെയ്തിരിക്കുന്ന എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ചീത്തയാക്കി കളയുമെന്നുള്ളത്. പക്ഷെ നമ്മളുടെ വുഡൻ ആവുമ്പോൾ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ്. അവരെ കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യിക്കുക. ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കൗണ്ടിങ് പഠിപ്പിക്കുക. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ കൊണ്ട് ബിഗ് ഓർ സ്മോൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മെറ്റീരിയൽസ് വീണ്ടും ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. നമുക്ക് നോക്കാട്ടാ. മെന്റൽ കോൺസെൻട്രേഷനിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെയും വന്നത് അല്ലെ? മരിയ മോണ്ടിസോറി ഫൗണ്ട് that children are young as 3 years of age were able to concentrate. മരിയ മോണ്ടിസോറിക്ക് മനസ്സിലാക്കി ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ മൈൻഡിനെ, മനസ്സിനെ നമ്മുടെ മെന്റൽ അല്ലെങ്കിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെന്റൽ ഐസൊലേഷൻ കുട്ടികൾക്ക് പോസിബിൾ ആണ് എന്ന് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഏബിൾ ടു കോൺസെൻട്രേറ്റ്. She had found and was surprised to watch a child about reworking with noble cylinders. ഒരു കുട്ടി ഒരു നോബിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ ഒരു ഡിസ്കവറി മോണ്ടിസോറിക്ക് ശ്രദ്ധയിൽ വന്നത്. ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ. ഈ നോബിൾ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഞാൻ ആ നോബിൾ സിലിണ്ടേഴ്സ് കാണിച്ചു തന്നില്ലേ, അതില് നോക്കി
ഞാൻ മൗസ് വെക്കുന്നത് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഒരു പച്ച കളറിൽ കുഞ്ഞു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? മൗസിന്റെ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? സംഭവിക്കോ? അനക്കുന്നുണ്ട് ഞാനിപ്പോ. ഓക്കെ, അപ്പൊ നോക്കി, ദീ നോബിൾ സിലിണ്ടർ ഉണ്ടോ? ദീ നോബ് സെക്കൻഡ് ലെയറിൽ 4th വൺ ആൻഡ് ഈ ഒരു 4th സെറ്റിലെ നോബൽ സിലിണ്ടേഴ്സും ഏകദേശം സൈസ് സെയിം ആണ്. സൈസ് സെയിം ആണ്. ഈ ഒരു നോബിന്റെ നോബൽ സിലിണ്ടറിന്റെ സൈസ് എങ്ങനെയാണ്? സെയിം ആണ്. എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ, തിരുത്താനായിട്ട് ഭയങ്കരമായിട്ട് പാടായിരിക്കുള്ളൂ. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റാനുള്ള ചാൻസ് കൂടുതലും നോബൽ സിലിണ്ടേഴ്സിലുണ്ട്. സോ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഈ നോബൽ സിലിണ്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ ഈ ഒരു കുട്ടി ഈ നോബൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. സോ ഈ കുട്ടി എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട്, ആ ഒരു മെറ്റീരിയലിനോട് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് മോണ്ടിസോറിക്ക് മനസ്സിലായി. The child concentration was so deep. ചൈൽഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിരുന്നു. That he seemed to have isolated her mentally. അപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായത് എന്താണ്? ഈ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കൂടുതലാണ്. കാരണം അവനവന്റെ മനസ്സിനെ നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചുറ്റും നടക്കുന്ന മറ്റു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഐസൊലേറ്റ് ചെയ്ത് അവനവന്റെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഫുള്ളായിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ടു ടെസ്റ്റ് ദ സിവിയറിറ്റി, അതിന്റെ ഒരു തോത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഫ് ദിസ് കോൺസെൻട്രേഷൻ ആസ്ക് ദ ടീച്ചർ ടു മേക്ക് അതർ ചിൽഡ്രൻ സിംഗ് ഓൾ അറൌണ്ട് ദ ചൈൽഡ്. അപ്പൊ ലീഡ് മോണ്ടിസോറി പറഞ്ഞു അതിന്റെ ഒരു എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കോൺസെൻട്രേഷൻ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിനോട് പറഞ്ഞു മറ്റു കുട്ടികളെ കൊണ്ടൊന്ന് ആ കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെ പറഞ്ഞേ, ഒന്ന് പാട്ട് പാടി ഒന്ന് ചുറ്റും നടക്കാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തു. പക്ഷേ ഈ കുട്ടി, അവന് ഈ ഒരു ഡിസ്റ്റർബൻസ് അവനെ ഒട്ടും എഫക്ട് ചെയ്തില്ല. അവൻ എന്താണ്, അവൻ ആ ഡിസ്റ്റർബൻസിനെ കുറിച്ചേ ചിന്തിച്ചില്ല. അവൻ എന്താണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേ വർക്കിൽ തന്നെ അവൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ബട്ട് ദ ചൈൽഡ് did not ever seem conscious of this disturbance. ഈ ഒരു ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ട് ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല കുട്ടി. She continued just as before, mysteriously repeating the same exercise. അവൻ വീണ്ടും 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 ആ ഒരു എക്സസൈസ് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടേയിരുന്നു. Then Montessori slowly picked up the answer on which the child was sitting. എന്ത് ചെയ്തു? മോണ്ടിസോറി ആൻസർ പിക്ക് ചെയ്തു, ആ കുട്ടിയിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്തു വിത്ത് ദ ചൈൽഡ് ഇൻ ഇറ്റ് ആൻഡ് പ്ലേസ് ഹെർ ഓൺ ടേബിൾ. എന്താ, അവിടെ ടേബിളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ദ ചൈൽഡ് ഹൂ ഹാഡ് സ്റ്റക്ക് ഓൺ ഹെർ പ്രീവിയസ് സിലിണ്ടർ, നേരത്തെ ചെയ്തുകൊണ്ടുള്ള സിലിണ്ടറിൽ കുറച്ച് നേരം സ്റ്റക്കായി. ആ ഡിസ്റ്റർബൻസ് ചെറുതായിട്ടൊന്ന് അഫക്ട് ചെയ്തു. ഡ്യൂറിങ് ആ ഒരു ചേഞ്ചസ് വന്ന സമയത്ത് കുട്ടീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഫക്ട് ചെയ്തെങ്കിലും ആ ഒരു ഇന്ററപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി went on her task as if nothing had happened. അവന് വേറെ ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ അവൻ ചെന്നു വീണ്ടും അതേ എക്സസൈസ് തന്നെ റിപ്പീറ്റ് ചെയ്തു. വിത്ത് ഹർ സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിംഗ്, മോണ്ടിസോറിക്ക് ഇങ്ങനെ കുട്ടികളെ കുറിച്ചിട്ട് പഠിക്കുന്നതും അതിൽ നിന്ന് ഇങ്ങനെ ഓരോ എന്താ പറയാ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആര്യ മോണ്ടിസോറി എന്ന് പറയുന്നത്. സോ മോണ്ടിസോറിയുടെ സയന്റിഫിക് ഹാബിറ്റ് ഓഫ് മെഷറിംഗിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി കുട്ടിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തു. അതേപോലെ തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു ഈ എക്സസൈസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയും ചെയ്തു. മരിയ മോണ്ടിസോറി ഒബ്സർവ് ആൻഡ് കൗണ്ടഡ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ചൈൽഡ് റിപ്പീറ്റ് ദ എക്സസൈസ്. മരിയ മോണ്ടിസോറി കുട്ടിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തു, എത്ര ടൈംസ് ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി ആ കുട്ടി ആ വർക്ക് ചെയ്തു എന്ന് നോക്കി. ഇറ്റ് വാസ് 42 ടൈംസ്. എത്ര ടൈംസ് ചെയ്തത്? 42 പ്രാവശ്യം ചെയ്തത്. സാധാരണ നമ്മള് ഒരു ടോയ്സ് ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും. അവർ ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പിടിച്ച് വാങ്ങിക്കും അല്ലെ. പക്ഷെ ഒരു 1-2 ടൈംസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ജസ്റ്റ് അത് എവിടെയെങ്കിലും ത്രോ ചെയ്തിട്ടുണ്ടാവും അല്ലെ ടോയ്സ് ആണെങ്കിൽ. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം
എന്റെ കയ്യിൽ ടച്ച് ടാബ് ഇതുണ്ട്, എന്താ പറയാ, ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. സോ അത് മോൾ അത്രയും കെയറോട് കൂടിയാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആളിപ്പോ LKG ആയിട്ടുണ്ട്, എന്നിട്ടും ആ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് അത്രയും കെയറോട് കൂടി ടേബിളിൽ കറക്റ്റ് പ്ലേസിൽ തന്നെ വെക്കാം. അവൾ എടുത്ത് യൂസ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു, തിരിച്ച് അതേ പ്ലേസിൽ വെക്കാം. സോ ആ ഒരു റിപ്പീറ്റ് ചെയ്യാനുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇറ്റ് വാസ് 42 times and yet the child looked and blessed and rest after the child did the exercise. 42 times ആ കുട്ടി ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു മെറ്റീരിയലിൽ നിന്ന് അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി, പിന്നെ അവൻ റെസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ കുട്ടികൾ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അവർ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടം ഉണ്ടാവും. അതേപോലെ തന്നെ മെന്റൽ കോൺസെൻട്രേഷനും വളരെ കൂടുതലായിരിക്കും. നമ്മൾ റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ, ഒരു വർക്ക് റിപ്പീറ്റ്ലി ചെയ്യുന്നതിലൂടെ അവർക്ക് മൈൻഡിന് ഒരുപാട് നേരത്തേക്ക് മറ്റ് ഡിസ്റ്റർബൻസിൽ നിന്നെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു വർക്കിലേക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. The automatic work of the children was later become one of the fundamental principle of her method. ഈ ഒരു ഓട്ടോമാറ്റിക് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കവറി പിന്നീട് മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് മാറിയത്. മെന്റൽ ഓട്ടോമാറ്റിക് വർക്ക് എന്ന് പറയുന്നത് കുട്ടികളെ റിപ്പീറ്റ് ചെയ്യും, സ്വയമേ അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണയുടെ ഫലമായിട്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ടോയ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തെന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു മെന്റൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. പക്ഷെ മെറ്റീരിയൽസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും മെറ്റീരിയൽസ്, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ പെയിന്റ് ടവർ ആവട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യാം, അവരത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അവർ തിരിച്ച് വീണ്ടും വേണമെന്ന് നീഡ് ചെയ്യുന്നുണ്ടോ, വേണമെന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് ടോയ്സിനേക്കാളും കൂടുതൽ ഏത് മെറ്റീരിയൽസ് ആണ് ഇഷ്ടം എന്ന് നമുക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഏത് മെറ്റീരിയലിനോടാണ് കൂടുതൽ ഇഷ്ടം. അതേപോലെ അവര് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോ മെന്റൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ള കുട്ടികൾക്ക് പിന്നീടായാലും മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാനും പറ്റും. ഇന്ന് കുട്ടികളിൽ കാണുന്ന വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്ക് ആണ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളോട് പാരന്റ്സ് പറയും അവര് പെട്ടെന്ന് അവര് ഡിസ്ട്രാക്ട് ആവുന്നു അല്ലെ, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവുന്നു. ഇപ്പൊ ചെറിയ കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, വലിയ കുട്ടികളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഡിസ്ട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. മെയിൻ ആയിട്ടുള്ള ആൾ ആരാന്നറിയാവോ? ഡിസ്ട്രാക്ഷൻ മെയിൻ ആയിട്ടുള്ള ഫോണാ. അപ്പൊ വലിയ കുട്ടികൾ പോലും അവർക്ക് ഒട്ടും നമ്മളുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ അത്രയും പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നല്ല IQ ഉള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ്, മൊബൈൽ ഫോണിൽ നിന്നൊക്കെ വരുന്ന ഡിസ്റ്റർബൻസ് കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ആക്ടിവിറ്റി കാർട്ടൂണും കാര്യങ്ങളും കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മളുടെ മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്നത്. അത് റിപ്പീറ്റ് അവർ ചെയ്യുന്നതിലൂടെ അവരുടെ മൈൻഡിനെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കേപ്പബിൾ ആയിരിക്കും. സോ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പൊ ഫോണാണ് കയ്യിലെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറച്ച് ടൈം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ അവർ ട്രെയിൻ ചെയ്യിക്കേണ്ടതായിട്ട് വരും. പിന്നീട് അവർ സ്വയമേ എന്ത് ചെയ്യാൻ തുടങ്ങും, റിപ്പീറ്റ്ലി അവർ ചെയ്യാനായിട്ട് തുടങ്ങും. സുബ അല്ലേ പറഞ്ഞത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വെച്ച് ട്രെയിൻ ചെയ്യിച്ചു എന്ന് അല്ലേ പറഞ്ഞത്? എത്ര പ്രാവശ്യം ചെയ്തു മോനത്? ടീച്ചർ ഞാനുണ്ടല്ലോ 2.5 വയസ്സിൽ നമ്മൾ എഴുത്തിനിരുത്തുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളെ മലയാളാക്ഷരം ഞാൻ സ്വയം എഴുതാൻ പഠിപ്പിക്കുമായിരുന്നു അംഗൻവാടിയിലൊക്കെ പോണേക്ക് മുന്നേ. അങ്ങനെ മലയാളാക്ഷരമൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞാണ് ഇപ്പൊ 3 വയസ്സിൽ അംഗൻവാടി പോയത്. അവ ഇനി അംഗൻവാടിയിലെ ടീച്ചർമാരാണ് ഈ ABCD പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ABCD പഠിച്ചു തുടങ്ങിയല്ലോ, അപ്പൊ നമ്മുടെ സാധനം നമ്മുടെ മെറ്റീരിയൽ കൊടുക്കാന്ന്.
അപ്പൊ ഞാനത് ഇവിടെ എടുത്തു വെച്ച് അങ്ങനെ കൈകൊണ്ട് അങ്ങനെ വരച്ച് അങ്ങനെ എഴുതിക്കും. അപ്പൊ പുള്ളിക്കാരിനെ സ്ലേറ്റിൽ എഴുതാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്ലേറ്റിൽ എഴുതുന്നതിനേക്കാൾ ഇഷ്ടം ആ സാധനത്തിൽ എടുത്തു വെക്കുന്ന. അപ്പൊ കുറെ ആയി കഴിഞ്ഞപ്പോ ഞാനത് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ലേ, അപ്പൊ ഭയങ്കര ചെറുതാ എന്റെ അത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇവള് കുറെ തവണ എടുത്തു കഴിയുമ്പോ അതിങ്ങനെ ചീത്തയായി പോകും. അപ്പൊ നമുക്ക് വൈവയ്ക്ക് കാണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ടീച്ചറിന്റെ സാധനമാണ്, ടീച്ചർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഇനി കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ പുള്ളിക്കാരി അങ്ങനെ ടീച്ചർ അത് കൊണ്ടുപോയി എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുവാ. പക്ഷെ ആദ്യം അവൾ ആ അക്ഷരം പഠിക്കുന്നവരെ ഒരുപാട് സമയം അത് കൊടുത്തു. അതിൽ നിന്നാണ് അവള് കുറെ അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചത്. അത് ഫുള്ള് എല്ലാം തീരണ വരെ A to Z വരെ ആകുന്നത് വരെ പഠിക്കണ വരെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അത് ഫുള്ളും തീർന്നു. അത് കഴിഞ്ഞാണ് സ്മോൾ ലെറ്റർ തുടങ്ങിയത്. സ്മോൾ ലെറ്റർ ആയപ്പോ നമ്മുടെ ഇത് കൊടുത്തില്ല ഞാന്, അല്ലാണ്ട് തന്നെ അവൾ ടീച്ചർ എഴുതി പഠിപ്പിച്ചു. പക്ഷെ ക്യാപിറ്റൽ ലെറ്റർ ഫുള്ള് നമ്മുടെ ഇത് സാൻഡ് പേപ്പർ ലെറ്ററിലാണ് പഠിച്ചത്. പിന്നെ ഉണ്ടല്ലോ ഈ ഇത് ടീച്ചർ പറഞ്ഞ പോലെ ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ വേറൊരു സാധനം ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഇവർക്ക് ക്യൂരിയോസിറ്റി കൂടുതൽ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും ഇവൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തും. പക്ഷെ പരിചയപ്പെടുത്തിയാലുണ്ടല്ലോ പിന്നെ വൈവയുടെ സമയം ആകുമ്പോഴത്തേക്കും കിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഒളിച്ചു വെക്കും. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി കാണിക്കണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ എല്ലാ സാധനവും കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പറയും ടീച്ചർ കൊണ്ടുപോയി എന്ന് പറയും. പിന്നെ നമ്മുടെ ആ ടെഡിയൊക്കെ ആയാലും ഉണ്ടാക്കിയില്ലേ, ടെഡി ഉണ്ടാക്കി, അത് അവൾക്ക് കടയിൽ നിന്ന് മേടിച്ച ടെഡി ഒരു 100 ഉണ്ട്. എന്നാലും അവൾക്കുണ്ടല്ലോ അത് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ വേണം. ഞാൻ പറഞ്ഞു അത് ടീച്ചർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു ഏജ് ഉള്ള കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആണെന്ന് എനിക്ക് എന്റെ കുട്ടിയിൽ നിന്ന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. നീ മൊബൈൽ ഫോണിന്റെ കാര്യമായാലും ഉണ്ടല്ലോ ടീച്ചർ, എന്റെ ഈ കുട്ടി ഇതേ പ്രായമുള്ള ഒരാള് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറിനും ഉണ്ട്. ഇവളൊക്കെ 1 വയസ്സിന് മൂത്തതാണ്. ഞങ്ങൾ രണ്ടിടത്താ. ചേട്ടൻ വേറെ സ്ഥലത്ത്, ഹസ്ബൻഡ് ബ്രദർ വേറെ, നമ്മൾ തറവാട്ടിലും അങ്ങനെയാണല്ലോ താമസിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് വരും. അപ്പൊ ചേട്ടന്റെ കുട്ടി ഫുൾ ടൈം ഇങ്ങനെ ഫോണിലാണ്. അത് പക്ഷെ ഞങ്ങളുടെ അടുത്ത് വീട്ടില് 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ വരുള്ളൂ. അങ്ങനെ വരുമ്പോ അവൾ ആ ഫോൺ അപ്പം മാറ്റി വെക്കും. അപ്പൊ ഈ നമ്മുടെ സാധനങ്ങൾ കാണുമ്പോ അതും അവളെയും പേടിച്ചിട്ട് ഞാൻ കൊടുക്കില്ല കേട്ടോ, വൈവി ആവുമ്പത്തേക്കും കാണില്ലല്ലോ, അതുകൊണ്ട് മാറ്റി വെക്കും. എന്നാലും അവൾക്കും അത് ഇഷ്ടമാണ്. വരുമ്പോ തന്നെ ചോദിക്കും ശുഭാമ്മയുടെ ആ സാധനം ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോ കുറച്ച് സാധനമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധനത്തിന് കംപ്ലൈന്റ് വരും, വൈവ വരുമ്പോഴത്തേക്കും സാധനം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കും. പക്ഷെ അത്രയും സമയം ഞാൻ പറഞ്ഞത് അവള് ഫോണിൽ നിന്ന് മാറിയിരിക്കും. എന്റെ കുട്ടിക്ക് ഞാൻ അങ്ങനെ ഫോൺ അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കൊടുക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചേട്ടന്റെ കുട്ടി ഫുൾ ടൈം ഫോണിലാ. ചേച്ചി ഡോക്ടറാ. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഫുൾ ടൈമും കുട്ടി ഫോണിലാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ ഈ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അവൾ ആ കുറച്ച് സമയം ഫോണിൽ നിന്ന് മാറിയിരിക്കും. അങ്ങനെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് ഇങ്ങനെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ ഒക്കെ വാങ്ങി ഇവൾക്ക് കൊടുക്കുക. അതാകുമ്പോ ഇവൾക്ക് ഈ ഫോണിൽ നിന്നുള്ള ഇത്, ഇപ്പൊ പുള്ളിക്കാരി UKG ചേട്ടന്റെ കുട്ടി. പക്ഷെ സ്കൂളിൽ പോവില്ലെന്നേ, സ്കൂളിലും പോവില്ല, എഴുതുവോ ഇല്ല, ഭയങ്കര മടിയാ. അപ്പോഴും അവൾക്ക് ഇത് ഈ സ്കൂളിൽ പോണ അത്ര സമയം കൂടെ ഈ ഫോണിൽ ഇതാക്കാലോ എന്നുള്ള, സത്യം പറഞ്ഞിട്ട് സ്കൂൾ അത് 9:30 അവര് ബസ് വന്ന് കൊണ്ടുപോകും, 2:30 ആകുമ്പോ തിരിച്ചു വീട്ടിലും കൊണ്ടുവിടും. അത്രോ സമയമേ ഉള്ളൂ. പക്ഷെ അത്രോ സമയം വരെ ഉണ്ടല്ലോ അവൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോകാൻ മടിയാന്നേ, ഫോണും കൊണ്ട് പോകണം എന്നുള്ളൊരു. സ്കൂളിൽ പക്ഷെ ഫോണും കൊണ്ട് ടീച്ചേഴ്സ് കയറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാ. അപ്പൊ ഞാൻ ഈയിടെ അങ്ങനെ ചേച്ചിയോട് പറഞ്ഞപ്പോ ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽസിന്റെ അടുത്ത് പുള്ളിക്കാരി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഫോൺ വേണം എന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആമസോണിൽ നിന്നും എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊടുക്കാതാണെങ്കിൽ നല്ല സാധനമായിരിക്കും, ഫോണിൽ നിന്നും കുറച്ച് മാറും, സ്കൂളിൽ പോകാനുള്ള മടിയും മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാന്നറിയില്ല. ഓക്കേടാ. ഞാൻ പറ രാജി. പിങ്ക് ടവർ ഉണ്ടാക്കിയിട്ടില്ല. വുഡിന്റെ ഇന്നലെയാണ് എനിക്ക് കൈ കിട്ടിയത്, വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ആണോ? ഞാൻ ചെയ്തിട്ടില്ല. ആ. 300 രൂപയായിട്ടാ എനിക്ക്. ആണോ? ചെയ്തിട്ടില്ല. ഓക്കേടാ, കംപ്ലീറ്റ് ആക്കാട്ടാ. പെയിന്റ് ചെയ്യാ, ഒരു വൈറ്റ് കോട്ട് അടിച്ചിട്ട് പിങ്ക് കളറിൽ പെയിന്റ് ചെയ്യാട്ടാ.
മറ്റേ ഇത് ഒട്ടിച്ചാലും പോരെ? പേപ്പർ, ചാർട്ട് പേപ്പർ ഒട്ടിച്ചാലും പോരെ? ഓക്കെ, കുഴപ്പമില്ല. ആരും ഇപ്പൊ ചെയ്തേ? സുബിതയാണോ ചെയ്തത്? ശ്രീജി അല്ലേ ചെയ്തേ? മോനെങ്ങനെ ചെയ്തേ? ഞാൻ ചാർട്ട് പേപ്പറിലാണ് ഒട്ടിച്ചത്. ആണോ? ഇതിന്റെ ആണല്ലേ? പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെയിന്റ് അടിക്കാം മാം? ഞാൻ നോക്കിയിട്ട് പറയാം, കറക്റ്റ് ആയിട്ട് പറയാട്ടോ. കാരണം പെയിന്റ് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ എന്താ പറയാ, ഇതിനൊക്കെ അടിക്കൂലേ, ചെറിയ വെഹിക്കിളിന്റെ ഒക്കെ പാർട്സിനൊക്കെ അടിക്കൂലേ ഒരു പെയിന്റ്, അത് വാങ്ങിച്ചിട്ട് ഫാബ്രിക് പെയിന്റുകൾ കിട്ടും ആ കളർ. ഫാബ്രിക് പെയിന്റ് ആണ് മാം? ആ ഫാബ്രിക് പെയിന്റ് 25 രൂപയാണ് ഒരു ഇതിന്. അത് പക്ഷെ ഒത്തിരി ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറെ എണ്ണം വാങ്ങിയാൽ അടിക്കാൻ തികയായിരിക്കും. അല്ല, വേറെ പെയിന്റ് കിട്ടും. പേര് ഞാൻ മറന്നുപോയതാ, ഞാൻ നോക്കിയിട്ട് പറയാട്ടാ. ടീച്ചറിനോട് ടീച്ചറിന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പെയിന്റ് പേര്. മിസ്സിനോടൊന്ന് ചോദിക്കും. നെക്സ്റ്റ് ക്ലാസ് ആരുടേതാ? നാളെ അശ്വതി മാമിന്റെ ആണ്. മാമിനോട് ടീച്ചറിനോടൊന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയും. ബുധനാഴ്ചയാണ് ജസ്റ്റ് മാമിന്റെ ക്ലാസ്. മിസ്സിനോട് ചോദിച്ചാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഫുഡിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി ലിജിക്ക് ഒരുപാട് പൈസയായോ? ഫ്രീ ആയിട്ട് ചെയ്താണല്ലോ ഫുഡ്, അപ്പൊ അത് കുഴപ്പമില്ല, നല്ലതാണ്. അപ്പൊ പെയിന്റ് ചെയ്യുമ്പില്ലേ, ഫസ്റ്റ് വൈറ്റ് കോട്ട് അടിച്ചിട്ട് ദെൻ പിങ്ക് അടിക്കുക, അങ്ങനെ ചെയ്യാട്ടോ. പെയിന്റിന്റെ പേര് മറന്നു. സ്പ്രേ പെയിന്റ് ഒക്കെ കിട്ടില്ലേ നമുക്ക്? ഓഫ് മാറ്റോ ഞാൻ നോക്കിട്ട് പറയാട്ടോ. അപ്പൊ അത് നല്ലതാണത്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ തന്നെ കാണുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മിസ് പറഞ്ഞുതരൂ കേട്ടോ. ഓക്കെ, അപ്പൊ മെന്റൽ കോൺസെൻട്രേഷൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മള് കുട്ടികളൊക്കെ ഉണ്ട്. രാജേശ്വരിക്ക് കുഞ്ഞു കുട്ടികളുണ്ടോ? 5 വയസ്സ്. 5 വയസ്സ്. നല്ല മെറ്റീരിയൽ ആട്ടാ. അത് അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിച്ച് നോക്കിയൊക്കെ ചെയ്തോട്ടാ. ചെയ്യുന്നുണ്ട്, മോള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 11 വയസ്സായ മക്കളുണ്ട്, അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. മെറ്റീരിയൽസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വെട്ടാനും വെക്കത്തിന് മൂത്തവരാണ് ഹെൽപ്പ് ചെയ്യണത്. ചെറുത് കളിക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മളിനി നോക്കുന്നത് ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. കുട്ടികൾക്ക് വർക്ക്, നമ്മുടെ മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. റിപ്പീറ്റ്ലി നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. The second revelation made by the children through their automatic work was the need to repeat the same things again and again. വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും നമ്മുടെ മെറ്റീരിയൽസ്. നേരത്തെ ഞാൻ പറഞ്ഞു, മെന്റൽ കോൺസെൻട്രേഷനിൽ 42 ടൈംസ് ആണ് ആ കുട്ടി എന്ത് ചെയ്തത്? ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ്ലി ചെയ്തു. ആ കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റുന്നു, വീണ്ടും അത് ചെയ്യുന്നു. എറർ ഓഫ് കൺട്രോൾ വീണ്ടും ചെയ്ത് അവൻ അതെന്ത് ചെയ്തു? കറക്റ്റ് ചെയ്യുന്നു. അത്രയും നേരം അവൻ അത് വർക്ക് ചെയ്തു അല്ലേ? കറക്റ്റ് ചെയ്തു. അതവൻ ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് അവൻ എന്ത് ചെയ്തത്? റെസ്റ്റ് ചെയ്തത്. സോ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് റിപ്പീറ്റേഷൻ വളരെ ഇഷ്ടമായിരിക്കും. മോണ്ടിസോറി മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരു റിപ്പീറ്റേഷൻ, ആ ഒരു ലവ് ഓഫ് റിപ്പീറ്റേഷൻ കുട്ടികളിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ത്രൂ റിപ്പീറ്റേഷൻ ദാറ്റ് റിവീൽ ദ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർവേർഡ്. റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. ജസ്റ്റ് ഒരു കോട്ട് ഉണ്ട്, മാൻ മെയ്ഡ് ഹിംസെൽഫ് ത്രൂ എന്താണ് പ്രാക്ടീസ്. അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തി പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ? ഇൻ ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ്, മോണ്ടിസോറി വൺ ഓഫ് ദ നല്ലൊരു ബുക്കാണ് ഇത്, സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. മോണ്ടിസോറി wrote about how she taught the child to wash their hands. അപ്പോ മോണ്ടിസോറി സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടും. ആ ഹാൻഡ് വാഷ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇഫ് അവരുടെ കൈ ക്ലീൻ ആണെങ്കിൽ പോലും, നല്ല ക്ലീൻ ആണെങ്കിൽ പോലും, പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും? അവര് ഗോ ഓൺ ടു വാഷ് ഈവൻ ആഫ്റ്റർ ദേ വർ ക്ലീൻ. അവർ നല്ല ക്ലീൻ ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു? കൈ വാഷ് ചെയ്യുന്നു. നമ്മൾ ഒരു ആക്ടിവിറ്റി അവരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്താണ്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഹാൻഡ് വാഷ് ചെയ്യണം. അപ്പോ അവരാ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ എന്താണ് നമ്മൾ എന്താ പറയാ, അത് ഫോളോ ചെയ്യാണ്.
ഇവൺ ഇഫ് കൈ ആൻഡ് എന്താണ് ക്ലീൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കൈ വാഷ് ചെയ്യും. എന്താണ് ആ ഒരു റിപ്പീറ്റേഷനിലൂടെ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ ആ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുന്ന ശീലങ്ങൾ ചിലത് മാറ്റില്ല അല്ലെ. ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ച ശീലങ്ങൾ നമ്മൾ ഇപ്പോഴും മാറ്റുന്നുണ്ടാവില്ല. ഓരോരുത്തരും എടുത്തു നോക്കിയാലും നമ്മുടെ ചെറുപ്പത്തിലെ ശീലവും ഇപ്പോഴത്തെ ശീലവും സെയിം ആയിട്ടുള്ളത് ഉണ്ടാവും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇതിലെ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് കുട്ടികള് ചെറുപ്പത്തിലേ നമ്മൾ അവരെ എന്താണ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഏതാണോ ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്യുന്നതായിട്ട്. അതേപോലെ തന്നെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ കേസും. ഓട്ടോമാറ്റിക് വർക്ക് അതേപോലെ തന്നെ റിപ്പീറ്റ് ദ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആ സെയിം തിങ്സും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടാവും കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡിസ്കവറി ആണ് ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞാൻ തോന്നുന്നുണ്ടല്ലേ? മോണ്ടിസോറി ക്ലാസ് റൂമിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് നോക്കുമ്പോൾ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു പ്ലേസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഈ ഒരു മോണ്ടിസോറി എന്താണ് ക്ലാസ് റൂം ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യും. കുട്ടികള് എല്ലാ കുട്ടികളും സെയിം ആക്ടിവിറ്റീസ് അല്ല ചെയ്യുന്നത്. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, ഗൈഡൻസും സൂപ്പർവിഷനും കൊടുക്കുന്നില്ല. ദെൻ എല്ലാ മെറ്റീരിയൽസും അതിൻ്റെതായ പ്ലേസിലാണ് ഇരിക്കുന്നത്. എല്ലാം ഓപ്പൺ ഷെൽഫുകളാണ് അല്ലെ. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഓപ്പൺ ഷെൽഫുകളല്ലേ എല്ലാം. കുട്ടികൾക്ക് അത് എടുക്കാനും തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനും പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ ഷെൽഫുകളും കാര്യങ്ങളാണ് മോണ്ടിസോറിയിലെ ഈ മെറ്റീരിയൽസ് ഒക്കെ. ഇതെല്ലാം ഡിറൈവ് ചെയ്ത് ഈ ഒരു ക്ലാസ് റൂമിന്റെ ഈ ഒരു മോഡൽ തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കാസ ദി ബാബിനിയിലെ മോണ്ടിസോറിക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. മോണ്ടിസോറി എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യങ്ങളിൽ നിന്നാണ് ഈ ഓരോ മെറ്റീരിയൽസ് ആവട്ടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ലവ് ഓഫ് ഓർഡർ. ദിസ് ഈ ഒരു ക്ലാസ് റൂം മൈൻഡിലേക്ക് വയ്ക്കുക കേട്ടോ. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻസ് വാസ് ഡിറ്റക്റ്റഡ് ബൈ ചാൻസ്. ഒരു പ്രാവശ്യം ഒബ്സർവേഷൻ, ഒരു ചാൻസ് വഴിയാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മോണ്ടിസോറിക്ക് മനസ്സിലായത്. ഇൻ ഏർലി മോണ്ടിസോറി ക്ലാസ്സസ് ദ ടീച്ചർ ഡിസ്ക്രൈബ് ദ മെറ്റീരിയൽ അറ്റ് ദ ബിഗിനിങ്. അപ്പോ ആദ്യം മോണ്ടിസോറി ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഓരോ കുട്ടിക്കും വേണ്ട മെറ്റീരിയൽസ് എന്ത് ചെയ്യും കൊടുക്കും. ക്ലാസ്സിന് എന്താവുമ്പോ അത് കളക്ട് ചെയ്ത് അത് തിരിച്ച് ഷെൽഫിൽ വെക്കും, അത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത്. ബട്ട് ഈ കുട്ടികളെ ഈ മെറ്റീരിയൽ എടുക്കുന്നതും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന സമയത്തും ഈ ടീച്ചറിന്റെ പുറകെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അത് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റീരിയൽ എടുക്കുന്നതും അതേപോലെ തന്നെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. These characteristics of children was detected by chance. In early Montessori class, the teacher dispensed the material at the beginning. Teacher എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസ് ഫസ്റ്റ് ബിഗിനിങ്ങിൽ എന്ത് ചെയ്യും, അത് ഓരോരുത്തർക്കും കൊടുക്കും. ആൻഡ് കളക്റ്റഡ് ഇറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിന്റെ എൻഡ് ആവുമ്പോൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമായിരുന്നു. However, Montessori informed that children were following the teacher and observing her place the materials back on shelf. അപ്പൊ ടീച്ചറെ ഫോളോ ചെയ്യുന്നത് മോണ്ടിസോറിക്ക് മനസ്സിലായി. കാരണം കുട്ടികൾ മെറ്റീരിയൽസ് എടുക്കാൻ പോകുമ്പോഴും തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോഴും ടീച്ചറിനെ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ അവര് എവിടെയാണ് വെക്കുന്നത് എന്നൊക്കെ ആര് നോക്കുന്നുണ്ട്, കുട്ടികള് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. The event made her understand that children needed to place the material back on their place. അപ്പോ മോണ്ടിസോറിക്ക് മനസ്സിലായി, അപ്പോ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികൾക്ക് അവര് യൂസ് ചെയ്ത മെറ്റീരിയൽസ് തിരിച്ച് കുട്ടികൾക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് തന്നെ കൊടുക്കാം. അതേപോലെ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാനും അത് വർക്ക് ചെയ്യാനും അത് തിരിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ആ ഫുൾ ഫ്രീഡം നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫുൾ ഫ്രീഡം നമുക്ക് കൊടുക്കാമെന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു ഈ ഒരു ഇവന്റിൽ നിന്ന്. The event made her understand that the children need to place the material back on their own. അവർ സ്വയമേ ആ ഒരു മെറ്റീരിയൽസ് തിരിച്ചു വെക്കാനായിട്ട് വെക്കട്ടെ എന്നുള്ളൊരു ഡിസ്കവറിയാണ് വന്നത്. These observation become one of the many pillars of prepared environment.
നമ്മുടെ ഈ ഒരു ഒബ്സർവേഷൻ കുട്ടികൾക്ക് തന്നെ ആ ഒരു ഫ്രീഡം, ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരുപാട് എന്താ പറയാ ഡിസ്കവറിക്ക് അല്ലെങ്കിൽ ഒരുപാട് പില്ലേഴ്സിന് കാരണമായി. ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, കാരണം കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കാരണമായ ഒരു ഡിസ്കവറിയാണ് ഇത് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്തില്ലേ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂം നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു എന്താ പറയാ ഓർഡർ ഉണ്ട്. ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായ ഒരു പ്ലേസിലെ കാര്യങ്ങളിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ ഫെസിലിറ്റേഴ്സോ ആരും അല്ല ചെയ്തിരിക്കുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അവര് തന്നെയാണ് അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതും ആര് തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്. അവര് ചെറുപ്പത്തിലെ തന്നെ ഒരു ഈ ഒരു ഓർഡർ അവരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്യാണ്. ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ അവർക്ക് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അതിൻ്റെതായ ഒരു ഓർഡറും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ആക്ടിവിറ്റി, നമ്മൾ ചെറിയൊരു ആക്ടിവിറ്റി ആണ് കൊടുക്കുന്നെങ്കിലും ക്ലാസ്സിലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സ്വയമേ തന്നെ അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യിക്കുന്നെങ്കിലും പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ എന്താ പറയാ വില അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്. കാരണം ഒരു കാര്യം സെലക്ട് ചെയ്യാൻ, കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ, അത് പ്രോപ്പറായി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസ് എവിടെയാ വെക്കണം, അത് കറക്റ്റ് പ്ലേസിൽ വെക്കാൻ, ആ ഓർഡറും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലവ് ഓഫ് ഓർഡർ മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? നെക്സ്റ്റ് ആണ് ലവ് ഓഫ് ചോയ്സ്. ലവ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കവറിയും അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെയാണ് സംഭവിച്ചത്. ഒരു ദിവസം ടീച്ചർ ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് ടീച്ചർ എന്ത് ചെയ്യാൻ മറന്നു. ഷെൽഫ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറാണ് മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ് എൻഡ് ആവുമ്പോൾ കളക്ട് ചെയ്ത് എന്ത് ചെയ്യും, ഷെൽഫിൽ വെച്ചത് ലോക്ക് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇതേപോലെ ഒരു ദിവസം ടീച്ചർ എന്ത് ചെയ്യാനായിട്ട് മറന്നുപോയി, ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. പിറ്റേ ദിവസം കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോ കുട്ടികൾ എന്താ കണ്ടത്, ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാ കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, കുട്ടികൾ നോക്കിയപ്പോ മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട്. ടീച്ചർ വരാൻ വൈകുകയും ചെയ്തു. കുട്ടികൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തു, അത് അവര് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് മെറ്റീരിയൽസ് എടുത്ത് അവര് സ്വയമേ ചെയ്തു തുടങ്ങി. ഇത് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. കാരണം എന്താണ്, ഭയങ്കര അപ്സെറ്റ് ആയി. കാരണം എന്താണ്, എന്റെ മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്തോ, എടുത്തു യൂസ് ചെയ്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് ടീച്ചർ കുട്ടികളെ എന്ത് ചെയ്തത്. പക്ഷെ മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം വന്നപ്പോ മോണ്ടിസോറി അതിൽ നിന്നൊരു കാര്യം ഡിസ്കവർ ചെയ്തേ. ടീച്ചറിനെ വഴക്കും പറഞ്ഞില്ല, കുട്ടികളെ വഴക്ക് പറഞ്ഞില്ല. മോണ്ടിസോറിക്ക് മനസ്സിലായ ഒരു ഡിസ്കവറി എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ കൊടുക്കണമായിരുന്നു എന്ത്, ഫ്രീ ടു ചോയ്സ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ടു ചൂസ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കണമായിരുന്നു, കുട്ടികൾക്ക് കൊടുക്കണമായിരുന്നു. കാരണം ആ ഒരു ഡിസ്കവറിയാണ്, ആ ഒരു ഡിസ്കവറിയാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് മനസ്സിലായത്. ആ ഒരു ടീച്ചർ ഷെൽഫ് ലോക്ക് ചെയ്യാതെ പോയത് മിസ്സിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ്. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് പിറ്റേ ദിവസം കുട്ടികൾ വന്ന് ഈ മെറ്റീരിയൽസ് എടുത്ത് അവർ സ്വയമേ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓട്ടോമാറ്റിക് വർക്ക് അല്ലെങ്കിൽ എന്താണ്, ഫ്രീഡം ടു ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. അവർക്ക് വേണ്ട മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഇവന്റ് പിന്നീട് മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറി. ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ തന്നെ കാരണമായ ഒരു ഡിസ്കവറിയാണ് ഇത്, ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാട്ടോ. Again, this discovery happened so unexpectedly. ഈ ഒരു ഡിസ്കവറി സംഭവിച്ചത് എന്താ പറയാ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ്. The teacher of the school had forgotten to lock the shelf before going home and arriving late at the next morning. അപ്പോ ടീച്ചർ എന്ത് ചെയ്തു, ലോക്ക് ചെയ്യാൻ മറന്നുപോയി, ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ദെൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വരുന്നത് ലേറ്റ് ആയിട്ടാണ്, ക്ലാസ്സിലേക്ക് വരാൻ ലേറ്റുമായി. She found that children had already started to work on materials. ടീച്ചർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് കുട്ടികള് ഈ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
ദ ടീച്ചർ വാസ് അപ്സെറ്റ്. ടീച്ചർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി, ഭയങ്കരമായിട്ട് വിഷമമായി, ഭയങ്കരമായിട്ട് ഇത് വന്നു. കാരണം കുട്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല, ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നു. മോണ്ടിസോറി ഹവർ സോ ഡീപ്പർ മോട്ടീവ് ഓഫ് ദീസ് ചിൽഡ്രൻസ്. മോണ്ടിസോറി ഈ ഒരു കാര്യം മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ കുട്ടികളുടെ ആ ഡീപ്പർ മോട്ടീവിനെ കുറിച്ചിട്ടാണ് മോണ്ടിസോറി ശ്രദ്ധിച്ചത്. They were in the position to able to select the material in preference to others. അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം അവർക്ക് അറിയാം, മനസ്സിലാക്കി. കാരണം ആ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം എന്നുള്ള ഫ്രീഡം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. ദിസ് ഇവന്റ് ബിക്കം ദ മൈൽ സ്റ്റോൺ ഇൻ മോണ്ടിസോറി മെത്തേഡ്. പിന്നീട് മോണ്ടിസോറി മെത്തേഡിന് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് ഏത് മാറി? ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഫ്രീഡം ഇതിന്റെ തന്നെ ബേസ് ആണ്. അവർക്ക് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും വർക്ക് ചെയ്യാം, എത്ര വട്ടം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റിയുടെ തന്നെ കാരണമായത് ഈ ഒരു ഇവന്റ് ആണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ഡിസ്കവറി വിച്ച് കെയിം ഫസ്റ്റ് ആൻഡ് ദ മെത്തേഡ് ഫോളോ ആഫ്റ്റർ. ഈ ഒരു ഡിസ്കവറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ആദ്യം എന്താണ് ഡിസ്കവറി, പിന്നീട് ആ ഡിസ്കവറിനെ ഫോളോ ചെയ്ത് മെത്തേഡ് എപ്പോഴും ഓരോ കാര്യങ്ങളും കാക്സാറ്റി ഗാർഡനിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും എന്താണ്? ഓരോ ഡിസ്കവറീസും ആണ് പിന്നീട് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത, ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ ഒരു പോയിന്റും കൂടി ഫ്രീഡം ഓഫ് ചോയ്സും കൂടി ഞാൻ പറഞ്ഞതാണ്. സ്പീഡായിട്ടാണ് പറഞ്ഞതെന്നറിയാം, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് മെന്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു. മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ മൈൻഡിനെ ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റു ഡിസ്റ്റർബൻസിൽ നിന്നെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ അല്ലെങ്കിൽ അവർക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് വീണ്ടും വീണ്ടും ഈ മെറ്റീരിയൽസ് തന്നെ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും കൂടുതലായിരിക്കും. ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി എൻവയോൺമെന്റ് അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ഇത് നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കുട്ടികൾ തന്നെ നോർമലി എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഓപ്പൺ ഷെൽഫുകൾ. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഷെൽഫുകളാണ്. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ, ഫ്രീ ടു ചോയ്സ്, ഏത് മെറ്റീരിയൽ വേണം എന്നുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാം, വർക്ക് ചെയ്യാം. വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ് ഞാൻ പറഞ്ഞ തന്നെയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ സാധാരണ നോർമൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണ്? അവർക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കണം അല്ലെ? പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകതയാണ് ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് മൂവ്മെന്റ്സിനുള്ള ഫ്രീഡം, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി അവർക്ക് കുറച്ചു നേരം പുറത്തു പോയി കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് റൂമിൽ നിന്ന് വിത്തൗട്ട് പെർമിഷൻ അവർക്ക് മൂവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് പോകാൻ പറ്റും. ഈ അവിടെ ഗാർഡൻസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. കൂടുതൽ കുറച്ച് സമയം അവർക്ക് എൻവയോൺമെന്റ് പോയിട്ട് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം ഫ്രീഡം നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ വായിക്കാൻ ടൈം തന്നിട്ടില്ലാന്നറിയാം. ഇപ്പൊ ക്ലാസ് കഴിയുമ്പോൾ തന്നെ മെന്റൽ കോൺസെൻട്രേഷൻ മുതൽ ഫ്രീഡം ഓഫ് ചോയ്സ് വരെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഓ താങ്ക് യു ഓൾ. റീഡ് ചെയ്യാം കേട്ടോ. Thank you, ma'am. Thank you.